ഏതൊരു ക്രിസ്ത്യാനിയുടെയും നട്ടെല്ല് ദൈവവുമായുള്ള ഒരു സ്ഥിരമായ ബന്ധമാണ്. എന്നാൽ ഗവേഷണങ്ങൾ കാണിക്കുന്നത് 68% ക്രിസ്ത്യാനികൾ മാത്രമേ ദിവസവും പ്രാർത്ഥിക്കുന്നുള്ളൂവെന്നും ബാക്കി 32% പേർ അപൂർവമായി അല്ലെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. അതിനാൽ കൂടുതൽ ചർച്ച ചെയ്യാതെ നമുക്ക് അതിൽ മുഴുകാം. ഒന്നാമതായി, നിങ്ങൾ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ പിടിച്ചു നിർത്താൻ കുറച്ച് പ്രാർത്ഥനാ വാക്കുകൾ മതിയെന്ന് ക്രിസ്ത്യാനികൾ കരുതുന്നു. അതിനാൽ അവർ കുറച്ച് മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രം പ്രാർത്ഥിക്കുകയും തുടർന്ന് അവരുടെ ദിവസം തുടരുകയും ചെയ്യുന്നു. പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ്. ശരാശരി ക്രിസ്ത്യാനി ഒരു ദിവസം 5 മിനിറ്റ് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂവെന്നും 18-നും 29-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ പഴയ തലമുറകളെക്കാൾ കുറവാണെന്നും സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. സാത്താന് 6000 വർഷത്തിലധികം പഴക്കമുണ്ട്. 5 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രാർത്ഥന ഉപയോഗിച്ച് 6000 വർഷത്തിലധികം പരിചയമുള്ള ഒരാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരു പാർട്ട് ടൈം ക്രിസ്ത്യാനി ആയിരിക്കാനും ഒരു മുഴുവൻ സമയ പിശാചിനോട് പോരാടാനും കഴിയില്ല. അത് അസാധ്യമാണ്. നിങ്ങൾ നേരിടുന്ന ആക്രമണങ്ങളിൽ 99%വും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കും അവ പലപ്പോഴും വരുന്നത്. സ്വർഗീയ മണ്ഡലത്തിലേക്ക് കാണാൻ ദൈവത്തിന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമെങ്കിൽ ദിവസേന നിങ്ങളെ ആക്രമിക്കുന്ന ഭൂതങ്ങളുടെയും ദുഷ്ടാത്മാക്കളുടെയും എണ്ണം കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അവർ നിരന്തരം നിങ്ങളെ ആക്രമിക്കുന്നു. എന്നാൽ ഇരുണ്ട ശക്തികളുടെ ഇത്രയും സങ്കീർണമായ ഒരു ശൃംഖലയെ അകറ്റുവാൻ 5 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രാർത്ഥന മതിയെന്ന് നിരവധി ക്രിസ്ത്യാനികളും കരുതുന്നു. അതങ്ങനെ പ്രവർത്തിക്കുന്നില്ല. യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? പ്രാർത്ഥനയുടെ പ്രയോജനങ്ങൾ നേടാനും ക്രിസ്ത്യാനികളായി വളരാനും അവർക്ക് ഒരു ദിവസം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ദൈവസാന്നിധ്യത്തിൽ ചെലവഴിക്കാൻ കഴിയണമെന്ന് അവൻ അവരോട് പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിനാൽ ദൈവത്തോടൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കുന്നത് ഒരു പ്രശ്നമാകരുത്. എന്നാൽ മിക്ക ആളുകളും ചെയ്യുന്നത് രാവിലെ ഉണർന്ന് വേഗത്തിലൊരു പ്രാർത്ഥന നടത്തുക, തുടർന്ന് ശത്രു വർഷങ്ങളായി കെട്ടിപ്പടുത്ത പദ്ധതികളെ ചെറുക്കാൻ തങ്ങൾ ശക്തരാണെന്ന് കരുതുക എന്നതാണ്. അത് അസാധ്യമാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പോലെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇവിടെയും അവിടെയും ഹ്രസ്വമായ പ്രാർത്ഥനകളിൽ മാത്രം നിങ്ങളുടെ ആത്മീയ ജീവിതം നിലനിർത്താൻ ശ്രമിക്കുന്നത് വെറും 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയും അത് ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. ചാർജ് മാത്രം മതിയാകില്ല. ബാറ്ററി വലുതാകുമ്പോൾ ചാർജ് ചെയ്യാൻ കൂടുതൽ സമയവും ആവശ്യമാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഇത് ബാധകമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വലുതാകുമ്പോൾ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ നേരം തുടരേണ്ടതുണ്ട്. നമ്പർ 2, ദൈവം എങ്ങനെ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ മറക്കുവാൻ തുടങ്ങുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെ മുഴങ്ങുന്നുവെന്ന് നിങ്ങൾ മറക്കാൻ തുടങ്ങുന്നു എന്നതാണ്. ദൈവം നിങ്ങൾക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന അർത്ഥവത്തായ ദിവ്യ സ്വപ്നങ്ങളും വെളിപ്പെടുത്തലുകളും നിങ്ങൾക്ക് ഇല്ലാതാകും. അല്ലെങ്കിൽ അവൻ്റെ ശബ്ദം വ്യക്തമായി മനസ്സിലാക്കാൻ പ്രയാസമാകും. നിങ്ങളുടെ ആത്മീയ സംവേദനക്ഷമത കുറയും. എന്നാൽ നിങ്ങൾ ദൈവവുമായി കൂടുതൽ സംസാരിക്കും തോറും അവൻ്റെ ശബ്ദവുമായി നിങ്ങൾ കൂടുതൽ പരിചിതരാകും. ചിലപ്പോൾ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പതിവ് രീതിയല്ലാത്തപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമായി നടിച്ചുകൊണ്ട് പിശാചിന് നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയും. 2 കൊരിന്ത്യർ 11:14 ബൈബിൾ പറയുന്നു, അത്ഭുതമല്ല, കാരണം സാത്താൻ തന്നെ ഒരു വെളിച്ചദൂതനായി രൂപാന്തരപ്പെടുന്നു. ആളുകളെ വഞ്ചിക്കാനും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റാനും വേണ്ടി അവന് ഒരു വെളിച്ചദൂതനായി വേഷം മാറി നിൽക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ശബ്ദവുമായി നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചത് ദൈവമാണെന്ന് കരുതി പിശാചിൻ്റെ ശബ്ദത്തെ പിന്തുടരാം. യേശു ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം അറിയുന്നു, അത് പിന്തുടരും. അതിനാൽ നിങ്ങൾ പ്രാർത്ഥന ഒരു ശീലമാക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ നിങ്ങൾ അവനിൽ നിന്ന് അകലെയാണെങ്കിൽ പിശാചിൻ്റെ ശബ്ദം പോലും നിങ്ങളുടെ കാതുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം പോലെ മുഴങ്ങിയേക്കാം. അതുകൊണ്ടാണ് ചില നല്ല ക്രിസ്ത്യാനികൾ ഇപ്പോഴും വഴിതെറ്റിക്കപ്പെടുന്നത്. ചിലപ്പോൾ അവർ ഒരു തിന്മ ചെയ്യാൻ പറയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അത് പരിശോധിക്കാതെ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അവർ അനുമാനിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അവരോട് സംസാരിച്ചത് പിശാചാണ്. അവർ അത് തിരിച്ചറിയാതെ തന്നെ അതനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞുവെന്ന് ആളുകൾ എത്ര തവണ കേട്ടിട്ടുണ്ട്? അതേസമയം ദൈവമല്ലേ അവരോട് സംസാരിച്ചത്? ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ദൈവം തന്നോട് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുവെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനെ പരിശോധിക്കാതെ നിങ്ങൾ ഉടൻ തന്നെ ആവേശഭരിതരായി വിവാഹത്തിലേക്ക് ഓടുന്നു. പക്ഷേ പിന്നീട് നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തി ദൈവത്താൽ അയക്കപ്പെട്ടതല്ലെന്ന് മനസ്സിലാക്കുന്നു. അവൻ തെറ്റായ ശബ്ദം കേട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുഴപ്പത്തിൽ കുടുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 16:2 യേശു പറഞ്ഞത്, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിനൊരു സേവനം ചെയ്യുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു. അതായത് ദൈവം അവരോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് കരുതി ചിലർ മോശമായ കാര്യങ്ങൾ ചെയ്യും. എല്ലാ ആത്മാക്കളെയും പരീക്ഷിക്കണമെന്ന് ബൈബിൾ പറയുന്നു. 3-ാമത്തെ നമ്പർ, നിങ്ങൾക്ക് പിന്തുണ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ പരാജയപ്പെടും. ഇതാണ് വേദനാജനകമായ കാര്യം. മിക്ക ആളുകളും കാര്യങ്ങൾ വളരെ മോശമാകുമ്പോഴോ തെറ്റ് സംഭവിക്കാൻ പോകുമ്പോഴോ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ഇവയാണ് അടിയന്തര പ്രാർത്ഥനകൾ എന്നറിയപ്പെടുന്നത്.
ഒരു വ്യക്തി തൻ്റെ ദൈനംദിന ജീവിതം ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും മോശം സംഭവിക്കുകയും ലോകത്തിലെ എല്ലാ പ്രാർത്ഥനകളും അവർക്ക് ആവശ്യമായി വരികയും ചെയ്യുന്നു. ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഒരാൾക്ക് അവരുടെ ബോസിൽ നിന്ന് ഒരു ഭയാനകമായ കത്ത് ലഭിക്കുമ്പോൾ അവർ വളരെ കഠിനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് പോലെയാണ് അത്. എന്നാൽ ആ അടിയന്തര പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും അങ്ങനെ പ്രവർത്തിക്കില്ല. ആത്മാവിൻ്റെ മണ്ഡലത്തിൽ പ്രതിരോധം എല്ലായ്പ്പോഴും ചികിത്സയേക്കാൾ നല്ലതാണ്. അതെ, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആത്മീയ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് അവധിയെടുക്കുമ്പോൾ ശത്രുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള സർപ്രൈസുകൾക്ക് ഇരയാകുന്നത് ഒഴിവാക്കുവാൻ കഴിയും. പിശാച് ആക്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആത്മീയ ആക്രമണങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എഴുന്നേക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ നാശനഷ്ടങ്ങൾ പിശാച് വരുത്തിയിരിക്കാം. എന്നാൽ നിങ്ങൾ ദിവസവും പ്രാർത്ഥനയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആക്രമണത്തിനും നിങ്ങൾ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും. ഒരു സൈന്യത്തിൻ്റെ ശക്തി അതിൻ്റെ ആയുധങ്ങളിൽ മാത്രമല്ല, അതിൻ്റെ തയ്യാറെടുപ്പിലുമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ആളുകൾ പുറത്തുപോയി തിരിച്ചു വരാത്തത്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി ഉണരാത്തത്. പിശാച് ഒരു ദുർബല നിമിഷത്തെ മുതലെടുത്തു. അല്ലെങ്കിൽ എല്ലാം സുഗമമായി നടക്കുന്നു, പെട്ടെന്നൊരു പ്രശ്നം മറ്റൊന്നിനു മുകളിൽ മറ്റൊന്നായി കുമിഞ്ഞുകൂടുന്നു. ജോബിനെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ദുരന്തം ഒന്നിനു പുറകെ ഒന്നായി വന്നു. അതിനാൽ നിങ്ങൾ ദൈവത്തോടടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോട് സംസാരിക്കാൻ അടിയന്തര സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കരുത്. പ്രാർത്ഥന ഒരു ദൈനംദിന ശീലമാക്കുക. നിങ്ങൾ ദൈവത്തോട് കൂടുതൽ സംസാരിക്കും തോറും പ്രലോഭനങ്ങൾക്കും പിശാചിൻ്റെ തന്ത്രങ്ങൾക്കും എതിരായി നിങ്ങൾ ശക്തരാകും. നിങ്ങളെ തന്നെ ദുർബലരാക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതാക്കുക. അങ്ങനെ ദുഷ്കരമായ സമയങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ അവയെ ചെറുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ആവശ്യമായത് അവൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ ആ ശക്തി വളർത്തിയെടുക്കാൻ നിങ്ങൾ ദിവസവും അവനോട് സംസാരിക്കേണ്ടതുണ്ട്. നമ്പർ 4, നിങ്ങൾ എളുപ്പത്തിൽ പാപത്തിൽ വീഴും. നോക്കൂ, നമ്മൾ പതിവായി ദൈവത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും നികത്തുന്ന ഒരു ശൂന്യത അവശേഷിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ദൈവവുമായി ആശയവിനിമയം നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ പിശാചുമായി ആശയവിനിമയം നടത്തും. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും കുറിച്ച് ചിന്തിക്കുക. അവർ ദിവസവും ദൈവവുമായി നടന്ന് സംസാരിച്ചിരുന്നിടത്തോളം കാലം സാത്താൻ അകത്തേക്ക് വരാൻ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ അവർ അവരുടെ സ്രഷ്ടാവുമായി സംസാരിക്കുന്നത് നിർത്തിയ നിമിഷം പിശാച് ഹവ്വായുമായി സംസാരിക്കാൻ ഓടിയെത്തി. ദൈവം ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനായപ്പോൾ സത്യം എങ്ങനെ വളച്ചൊടിക്കണമെന്ന് അവന് അറിയാമായിരുന്നു. സദൃശ്യവാക്യങ്ങളിലെ ഭാഗം അത് നന്നായി പറയുന്നു. കഷ്ടകാലത്തിൽ നിങ്ങൾ ക്ഷീണിച്ചാൽ നിങ്ങളുടെ ശക്തി ചെറുതാണ്. സദൃശ്യവാക്യങ്ങൾ 24:10. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ നാം ആത്മീയ ശക്തി വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ തളർന്നു പോകാനും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാനും എളുപ്പമാണ്. എന്നാൽ പ്രാർത്ഥന ഇതിനകം ഒരു ശീലമാണെങ്കിൽ പ്രയാസകരമായ സമയങ്ങളിൽ നമുക്ക് പിശാചിനെ ചെറുക്കാനുള്ള ശക്തി ലഭിക്കും. യാക്കോബ് 4:7 നമ്മളോട് പറയുന്നത്, പിശാചിനെ ചെറുക്കാൻ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. നമ്മൾ എങ്ങനെ ചെറുക്കും? പ്രാർത്ഥനയിൽ സംസാരിക്കുന്നതിലൂടെയും അവനെ ശ്രദ്ധിക്കുന്നതിലൂടെയും ദിവസേന ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിലൂടെയുമാണ്. അതിനാൽ നമ്മുടെ സ്വർഗീയ പിതാവുമായി ആശയവിനിമയം നടത്താതെ നാം വിടവുകൾ വിടുകയാണെങ്കിൽ മറ്റാരെങ്കിലും നിശബ്ദത നികത്താൻ ഇടപെട്ടാൽ ആശ്ചര്യപ്പെടരുത്. സാത്താന് നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കാനും നിങ്ങളെ വഴിതെറ്റിക്കാനും അവസരം ലഭിക്കാതിരിക്കാൻ ആ ദൈനംദിന പ്രാർത്ഥനാ വരികൾ തുറന്നിടുക. പ്രാർത്ഥനയിലൂടെ നാം അവനെ അനുവദിച്ചാൽ ദൈവം നമ്മെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ നമ്പർ, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം മരിക്കാൻ തുടങ്ങുന്നു. അവസാനമായി, നിങ്ങൾ പ്രാർത്ഥനയെ നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒരു പതിവ് ഭാഗമാക്കുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുന്നത് എളുപ്പമാണ്. ഒരിക്കൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആവേശവും അഭിനിവേശവും കുറഞ്ഞു. വളരെ പെട്ടെന്ന് ദൈവം ഒരു പ്രിയ സുഹൃത്തിനേക്കാൾ അപരിചിതനെ പോലെയാണ് തോന്നുന്നത്. അത് വളരെ ക്രമേണയാണ് സംഭവിക്കുന്നത്. നമ്മുടെ തീക്ഷ്ണതയും പ്രചോദനവും മങ്ങുന്നത് നാം ശ്രദ്ധിക്കാനിടയില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ, ഓരോ ബന്ധത്തിനും അഭിവൃദ്ധി പ്രാപിക്കാൻ ഗുണനിലവാരമുള്ള സമയവും ആശയവിനിമയവും ആവശ്യമാണ്. ദൈവവുമായി ബന്ധപ്പെടാൻ ആ ദൈനംദിന നിമിഷങ്ങൾ നാം എടുത്തില്ലെങ്കിൽ അവനുമായുള്ള നമ്മുടെ ബന്ധം കാലക്രമേണ ദുർബലമാകും. നമ്മുടെ ആദ്യ പ്രണയത്തിൻ്റെ ആവേശം നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. അതിനാൽ നിങ്ങളുടെ സ്നേഹം തണുത്തു പോകാൻ അനുവദിക്കരുത്. സ്രഷ്ടാവുമായി അടുത്ത ബന്ധം പുലർത്താൻ ആ അർത്ഥവത്തായ പ്രാർത്ഥനാ സമയങ്ങൾ നിലനിർത്തുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അപരിചിതനോ അകന്നതോ ആയി തോന്നാതിരിക്കാൻ ആ ബന്ധം ദിവസവും വളർത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയും. കണ്ടതിന് വളരെ നന്ദി. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ടതില്ല. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ.